നമസ്തേ. ഹിമാലയ ഋഷി സംഗമത്തിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് കാലത്തെയുള്ള ലെക്ചേഴ്സിലെ ആദ്യത്തെ ലെക്ചർ കഠോപനിഷത്തിനെ രണ്ടാം വലിയ ആസ്പദമാക്കി ശ്രീ ശാരദാനന്ദ സ്വാമിജി നമ്മോട് സംസാരിക്കും. ഇന്ന് അതിനുശേഷം വേദാനന്ദപുരി സ്വാമിജിയുടെ ആദ്യത്തെ ബ്രഹ്മസൂത്രത്തിൻ്റെ ആദ്യത്തെ സൂത്രമായ അഥാതോ ബ്രഹ്മജിജ്ഞാസയെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണം ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം പരമാനന്ദഗിരി സ്വാമിജിയുടെയും പ്രജ്ഞാനാനന്ദ സ്വാമിയുടെയും ഹരിബ്രഹ്മേന്ദ്ര തീർത്ഥസ്വാമിയുടെയും പ്രഭാഷണങ്ങളുണ്ടാവും. എല്ലാവരും എല്ലാ പ്രഭാഷണങ്ങളും അറ്റൻഡ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഠോപനിഷത്തിലെ രണ്ടാം വല്ലി നമുക്കറിയാം. നചികേതസിനോട് യമദേവൻ ഉപദേശിക്കുകയാണ്. അപ്പോൾ ഈ വേദാന്തം കേൾക്കുക എന്ന് പറയുന്നത് നമുക്കൊക്കെ ലഭിച്ചിരിക്കുന്ന ഒരു ഭാഗ്യമാണ്. കാരണം ഇത് വളരെ ആളുകളിൽ കുറച്ചു പേർക്ക് മാത്രമേ ഇത് ശ്രവണായാപി ബഹുവിർയോന ലഭ്യ, ഇത് കേൾക്കാൻ പോലും സാധാരണ ആൾക്കാർക്ക് അവസരം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ 10,000-ലും 1000-ലും ഒക്കെ ഒരാൾക്ക് ഈ വേദാന്തം ശ്രവിക്കാനുള്ള അവസരം പോലും കിട്ടത്തുള്ളൂ, അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് കേൾക്കാനും പഠിക്കാനും ഒക്കെയുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. ഈ ആത്മാവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, അതിൻ്റെ നാശമില്ലായ്മ, ഉഭൗ തൗന വിജാനീതോ, കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും, ഞാൻ കൊല്ലുന്നു എന്ന് വിചാരിക്കുന്നവനും കൊല്ലപ്പെടുന്നു എന്ന് വിചാരിക്കുന്നവനും ഈ ആത്മാവിൻ്റെ ഏകമായിരിക്കുന്ന അദ്വൈത സത്യത്തെ അറിയുന്നില്ല എന്നുള്ള ശ്ലോകങ്ങളൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. അവയെക്കുറിച്ചൊക്കെ ശാരദാനന്ദ സ്വാമി നമ്മോട് വിശദമായി സംസാരിക്കും. അപ്പോൾ കഠോപനിഷത്തിലെ രണ്ടാം വല്ലി പ്രഭാഷണം ചെയ്യുന്നതിനായി ശാരദാനന്ദ സ്വാമിയെ ക്ഷണിക്കുന്നു. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം നമോ ഭഗവതേ വൈവസ്വതായ മൃത്യവേ ബ്രഹ്മവിദ്യാചാര്യായ നചികേതസേ ച. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. സുപ്രഭാതം. മനുഷ്യ ജന്മത്തിൻ്റെ ലക്ഷ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാരതീയ ദർശനം 4 കാര്യങ്ങളെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും അർത്ഥകാമങ്ങൾ. ജീവിക്കണമെങ്കിൽ വസ്തുക്കൾ ആവശ്യമാണ്, മാനസികമായിരിക്കുന്ന സംതൃപ്തി ആവശ്യമാണ്,
ഇതെല്ലാം വേണമെങ്കിൽ ധർമ്മം ആവശ്യമാണ്. ധർമ്മ അർത്ഥ കാമങ്ങൾ ഇത് മൂന്നും നമ്മുടെ മുമ്പിൽ ജീവിത ലക്ഷ്യങ്ങളായിട്ട് തുറന്നു കിടക്കുമ്പോൾ അതെല്ലാ നഗരങ്ങളിലും എല്ലാ നാഗരികതകളിലും ഇത് ഇരിക്കെ നമ്മുടെ ഭാരതീയ സംസ്കൃതി പരമപുരുഷാർത്ഥമായി ഒരെണ്ണത്തെ കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് മോക്ഷം എന്ന പേരിലാണ് നമ്മൾ അതിനെക്കുറിച്ചിട്ട് കേൾക്കുന്നത്. ഈ മോക്ഷപ്രാപ്തിക്ക് എന്താണൊരു വഴി? ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേദത്തിൻ്റെ അന്തമായിരിക്കുന്ന സാരമായിരിക്കുന്ന ഉപനിഷത്തുകൾ. വേദത്തിൽ 4 ഭാഗങ്ങളുണ്ട്: സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. സംഹിതാ ബ്രാഹ്മണങ്ങൾ അർത്ഥകാമങ്ങളെയും ധർമ്മത്തെയും ഉപദേശിക്കുന്നു. ആരണ്യകങ്ങൾ ഉപാസനകളെയും ഉപനിഷത്ത് ആത്മവിദ്യയെയും ഉപയോഗിക്കുന്നു. ഓരോരോ ശാഖയ്ക്കും ഓരോരോ ഉപനിഷത്ത് എന്ന വിധത്തിൽ 1110 ഉപനിഷത്തുകൾ ഉണ്ടായതൊക്കെ അസ്തപ്രായമായി. അവയിൽ 108 ഉപനിഷത്തുകൾ മുഖ്യമാണ് എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? മുക്തികോപനിഷത്ത് പറഞ്ഞു. ഈ മുക്തികോപനിഷത്ത് എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീരാമചന്ദ്രനും ആഞ്ജനേയസ്വാമിയും തമ്മിലുള്ളൊരു സംവാദമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതിൽ ആഞ്ജനേയസ്വാമികൾ ഭഗവാനോട് ചോദിക്കണു, ഇയം കൈവല്യമുക്തിസ്തു കേനോപായേന സിദ്ധ്യതി. ഈ കൈവല്യമോക്ഷത്തെ, പരമസ്വാതന്ത്ര്യത്തെ, ആന്തരികമായിരിക്കുന്ന ഈ സമ്പൂർത്തിയെ എങ്ങനെയാ കിട്ടുക? കേനോപായേന സിദ്ധ്യതി. ഏത് വിധത്തിലാണ് ഈ മോക്ഷപ്രാപ്തി നമുക്ക് കടകടമാവുക എന്ന് ആഞ്ജനേയർ ചോദിക്കുമ്പോൾ ശ്രീരാമേന്ദ്രൻ പറയാണ്, അതിനൊറ്റ കാര്യം മതി. എന്താണ്? മാണ്ഡൂക്യമേവാലം മുമുക്ഷൂണാം. ഒരൊറ്റ ശാസ്ത്രം പഠിച്ചാൽ മതി. എന്താണ്? മാണ്ഡൂക്യം മാത്രം പഠിച്ചാൽ മതി. പക്ഷേ മാണ്ഡൂക്യമൊക്കെ പഠിച്ചിട്ടും നമുക്കിതിൻ്റെ അനുഭൂതി ഉണ്ടാവുന്നില്ല വെച്ചാൽ എൻ്റെ അർത്ഥം നമുക്ക് അധികാരപ്രാപ്തി ഉണ്ടായിട്ടില്ല, പൂർണ്ണാധികാരം ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? പറയണോ, തദാപ്യസിദ്ധം ചേജ്ഞാനം ദശോപനിഷദം പഠ. ഈ മാണ്ഡൂക്യം പഠിച്ചിട്ടും നമുക്ക് ഈ ആത്മജ്ഞാനാനുഭൂതി ഉണ്ടാവുന്നില്ലെങ്കിൽ ദശോപനിഷദം പഠ, 10 ഉപനിഷത്തുകളെങ്കിലും പഠിക്കുക. ഈശം, കേനം, കടം, പ്രശ്നം, മുണ്ടം, മാണ്ഡൂക്യം, തൈത്തരീയം, ഐതരേയം, ബൃഹദാരണ്യകം, ഛാന്തോഗ്യം, ഈ 10 ഉപനിഷത്തുകൾ പഠിക്കൂ. ഈ 10 ഉപനിഷത്തുകൾ പഠിച്ച എന്താ ഫലം? പറയാണ്, ജ്ഞാനം ലബ്ധ്വാ അചിരാദേവ മാമകം ധാമ ഗച്ഛതി. ആരാണോ ഈ 10 ഉപനിഷത്തുകളെ വേണ്ടവണ്ണം മനസ്സിരുത്തി ചിന്തനം ചെയ്തുകൊണ്ട് അഭ്യസിക്കുന്നത്, അവർക്ക് ജ്ഞാനവൈരാഗ്യദം പുംസാം വാസനാത്രയനാശനം. ജ്ഞാനവൈരാഗ്യദം പുംസാം, മനുഷ്യർക്ക് ജ്ഞാനവൈരാഗ്യങ്ങളെ നൽകുന്നതാണ്. ജ്ഞാനവൈരാഗ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മനുഷ്യന് മുക്തിയിലേക്കുള്ള മാർഗം തുറന്നു കൊടുക്കുന്നവയാണ് ഈ ദശോപനിഷത്തുകൾ. ഈ ദശോപനിഷത്തുകളിൽ പ്രധാനപ്പെട്ട ഉപനിഷത്തുകളിൽ ഒന്നാണ് കഠം. 4 വേദങ്ങൾക്കും അതതിൻ്റെതായിട്ടുള്ള ഉപനിഷത്തുകളുണ്ട്. കൃഷ്ണ യജുർവേദത്തിന് 2 ഉപനിഷത്തുകളാണ്, തൈത്തിരീയവും കഠവും. ഈ യജുർവേദത്തെ വൈശമ്പായനാണ് വേദവ്യാസന് ഉപദേശിച്ചത്. വൈശമ്പായന ശിഷ്യനായ കഠൻ എന്ന് പറയുന്ന ആചാര്യൻ്റെ ശാഖയാണ് കാഠകം എന്ന ശാഖയായി വന്നത്. ആ കാഠക ശാഖയുടെ ഉപനിഷത്താണ്
ഈ കഠോപനിഷത്ത്. ഉപനിഷത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്താണത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത വായിക്കുമ്പോഴാകട്ടെ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യപ്പെടുന്ന ഉപനിഷത്ത് കഠോപനിഷത്താണ്. കഠോപനിഷത്തിന്റെ ചിന്താധാര ശ്രീമദ് ഭഗവത്ഗീതയിൽ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആധുനിക ആചാര്യന്മാരായിരിക്കുന്ന സ്വാമി വിവേകാനന്ദനാകട്ടെ ഇവർക്കെല്ലാവർക്കും ഏറ്റവും പ്രിയമായ ഉപനിഷത്താണ് കഠോപനിഷത്ത്. ഏറ്റവും പ്രധാനപ്പെട്ടതും ജീവിത സ്പർശിയുമാണ്. ഇതിലെ ജിജ്ഞാസു ശിഷ്യൻ ഒരു 8 വയസ്സായൊരു ബാലനാണ്. ആ ബാലൻ തന്നെ പടിപടിയായിട്ടുള്ള ഉയർച്ചയിലേക്ക് ആദിഭൗതികവും ആദിദൈവികവുമായ ഉയർച്ചയിലൂടെ പിന്നീട് ആധ്യാത്മികമായിരിക്കുന്ന തലത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ജിജ്ഞാസുവാണ്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ആചരിക്കുവാനും ഒക്കെ സഹായകരമായ ഉപനിഷത്താണ് ശ്രീകഠം. ഈ കഠത്തിലെ 2 അധ്യായങ്ങളാണ്. ഓരോ അധ്യായത്തിലും 3 വല്ലികൾ, അങ്ങനെ 6 വല്ലികളോട് ചേർന്നതാണ് കഠോപനിഷത്ത്. നിങ്ങൾ ഇന്നലെ ആ കഠോപനിഷത്തിൻ്റെ 1-ാമത്തെ വല്ലി ശ്രവിച്ചു. അതും സാക്ഷാൽ സ്വാമി നിഖിലാനന്ദ സ്വാമിജിയുടെ മുഖാരവിന്ദത്തിൽ നിന്ന് വളരെ വിസ്തരിച്ച് സരസമായി സ്വാമിജി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഈ 1-ാമത്തെ വല്ലിയുടെ വിഷയം എന്ന് പറയുന്നത് ബ്രഹ്മവിദ്യാ മഹത്വവും അധികാരി നിരൂപണവുമാണ്. ആരാണ് ഈ ബ്രഹ്മവിദ്യയ്ക്ക് അധികാരി? ആർക്കാണ് ഈ ബ്രഹ്മവിദ്യ ഉപകാരമായി തീരുക? ഞാൻ എത്രയോ ഉപനിഷത്ത് കേട്ടു, എന്നിട്ട് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചുരുക്കൂട്ടാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആർക്കാണ് ബ്രഹ്മവിദ്യ ഫലിക്കുക? ആരാണ് ഇതിനധികാരി? പിന്നെ എന്താണ് ഈ ബ്രഹ്മവിദ്യയുടെ മഹത്വം? ഈ 2 കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ആ മനോഹരമായ കഥയിലൂടെ ശ്രവിച്ചു. ഇനി നമ്മൾ 2-ാമത്തെ വല്ലിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2-ാമത്തെ വല്ലി ദ്വിതീയ വല്ലിയാണ്. ഈ ദ്വിതീയ വല്ലിയുടെ വിഷയം എന്ന് പറയുന്നത് 2 ബ്രഹ്മവിദ്യാ പ്രവേശമാണ്, ബ്രഹ്മവിദ്യയിലേക്കുള്ള ആമുഖമാണ്. അങ്ങനെ ബ്രഹ്മവിദ്യാ പ്രവേശ സ്ഥാനമായിരിക്കുന്ന 2-ാം വല്ലിയിൽ 5 വിഷയങ്ങളെ പ്രതിപാദിക്കുന്നു. 2-ാം വല്ലിയുടെ വിഷയം 5 കാര്യങ്ങളാണ്. ഒന്നാമത്തതെന്ന് വെച്ചാൽ സുഖത്തിൻ്റെ വഴി. 2-ാമത്തത് നന്മയുടെ വഴി. 3-ാമത്തെ വിഷയം എന്ന് പറയുന്നത് ആത്മസ്വരൂപ ചിന്തനം. എന്താണ് ഈ ആത്മാവിൻ്റെ സ്വരൂപം? 4-മതായിട്ട് എന്താണ് സാധന? ഈ ആത്മാവിനെ അറിയുവാൻ എന്താ ചെയ്യേണ്ടത്? സാധന എന്താണ്? പിന്നെ 5-മതായിട്ട് ഫലം. ഈ ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചു, ആത്മാവിനെ അറിയാൻ വേണ്ടി ശ്രമിച്ചു, ഇതുകൊണ്ട് വല്ല ഫലമുണ്ടോ? അല്ലേ? ഒരു ഫലവുമില്ലാത്തതിന് മണ്ടന്മാർ പോലും ഒരു ഫലവുമില്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ ജീവിതം ആത്മസ്വരൂപത്തെക്കുറിച്ച് ചിന്തിച്ചും ആത്മാവിനെ അറിയാൻ ശ്രമിച്ചിട്ടുമൊക്കെ എന്താ നമുക്കിപ്പോൾ അതുകൊണ്ടൊരു ഫലമുള്ളത്? ഈ 5 കാര്യങ്ങളാണ് 2-ാമത്തെ വല്ലിയുടെ വിഷയം. വളരെ വിസ്തരിച്ച് ഇരുന്ന് ശ്രവിച്ച് മനനം ചെയ്ത് അനുസന്ധാനം ചെയ്ത് പഠിക്കേണ്ടതായ വല്ലിയാണ് 2-ാം വല്ലി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബ്രഹ്മവിദ്യയുടെ സംഗ്രഹമാണ്. ഇതൊരു ബ്രഹ്മവിദ്യാ വിഷയപ്രവേശവും ബ്രഹ്മവിദ്യാ സംഗ്രഹവുമാണ് ഈ 2-ാമത്തെ വല്ലി. അതുകൊണ്ട് ഓരോ മന്ത്രവും വീണ്ടും വീണ്ടും ശ്രവിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ നമുക്കിപ്പോൾ ഉദ്ദേശിക്കുന്നതിലേക്കുള്ള ഒരു ആമുഖമാണ്. എന്താണ് ഈ വിദ്യയിൽ 2-ാമത്തെ വല്ലിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നറിഞ്ഞ് നമുക്കതിലേക്ക് നമ്മുടെ മനസ്സിന് അത് കൂടുതൽ പഠിക്കാനൊരു താല്പര്യം ഉണ്ടാക്കുക. അത്രമാത്രമേ നമുക്ക് ഈ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് ഈ 2-ാമത്തെ വല്ലിയുടെ വിഷയം? ഞാൻ പറഞ്ഞു, 1-ാമത്തെ കാര്യം 2 വഴികളെ കുറിച്ച് പറയണം.
നോക്കൂ, നമ്മളെല്ലാവരും എന്തിനാ ശ്രമിക്കുന്നത്? നമ്മളൊക്കെ ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്ത് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാ? ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? നമുക്ക് ജീവിതത്തിലെ ദുഃഖങ്ങളുണ്ട്. ഈ ദുഃഖങ്ങളെ ഇല്ലാതാക്കണം. ദുഃഖങ്ങളില്ലാതിരുന്നാൽ മാത്രം പോരാ, സന്തോഷം ഉണ്ടാവണം. പലപ്പോഴും നമ്മൾ ആൾക്കാരോട് ചോദിച്ചാ എന്ത് പറയണു? എന്താ സ്വാമി അങ്ങനെയൊക്കെ അങ്ങ് പോണു എന്നുവെച്ചാൽ എന്താ അർത്ഥം? പ്രത്യേകിച്ച് ദുഃഖങ്ങളൊന്നുമില്ല, പക്ഷെ ജീവിതത്തിനൊരു രസമില്ല. ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോവുക. ഓരോ ദിവസവും എഴുന്നേറ്റു, രാവിലെ എഴുന്നേറ്റു, കുളിച്ചു, കാപ്പി കുടിച്ചു, കുറച്ച് ടി വി കണ്ടു, ഊണ് കഴിച്ചു, ടി വി കണ്ടു, ഉറങ്ങി. എന്താ അതിങ്ങനെ, അല്ലേ? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണു. ദുഃഖങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഊണ് കഴിക്കാനുണ്ട്, കിടക്കാൻ സ്ഥലമുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, ഉടുക്കാൻ വസ്ത്രമുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു പോസിറ്റീവ് ഹാപ്പിനെസ് ആ ഒരു സാധനമില്ല. അപ്പോ ദുഃഖങ്ങളില്ലാണ്ടായാൽ മാത്രം പോരാ, നമുക്ക് സുഖം ഉണ്ടാവണം. എന്താ സുഖമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്, അല്ലേ? ഇന്ന് നല്ല എന്താ പറയാ, ഒരു കല്യാണത്തിന് പോയി, നല്ല 4 പായസമൊക്കെ കൂട്ടി, ബോളിയൊക്കെ കൂട്ടി, നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു. സുഖമില്ലേ? തീർച്ചയായിട്ടും സുഖമുണ്ട്. അപ്പോൾ സുഖമുണ്ട്, പക്ഷെ ആ സുഖം കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. ഒരു 4 മണിക്കൂർ കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ വിചാരിക്കും ഇന്ന് രാത്രി അത്താഴമൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറയും. പക്ഷെ വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോഴേക്കും വീണ്ടും അടുത്ത വിശപ്പ് തുടങ്ങും. അപ്പോൾ ദുഃഖം കുറച്ച് സമയത്തേക്ക് ഇല്ലാണ്ടായി, സുഖം കുറച്ച് സമയം ഉണ്ടായാൽ മാത്രം പോരാ, നിത്യമായിട്ട് തൃപ്തി ഉണ്ടാവണം. ആത്യന്തികമായിരിക്കുന്ന ദുഃഖനിവൃത്തി ഉണ്ടാവണം, പരമാനന്ദപ്രാപ്തി ഉണ്ടാകണം, നിത്യതൃപ്തി ഉണ്ടാവണം. ഇതിനെന്താ വഴി എന്ന് ചിന്തിച്ചപ്പോഴേ കഠോപനിഷത്ത് നമ്മളോട് പറയാണ്, 2 വഴികളുണ്ട് നമ്മുടെ മുമ്പിൽ. ഓരോ മനുഷ്യന്റെയും മുമ്പിൽ 2 വഴികൾ എപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട്. അന്യത് ശ്രേയോ അന്യദുദൈവ പ്രേയഃ തേ ഉഭേ നാനാർത്തേ പുരുഷം സിനീതഃ. 2 വഴികൾ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് സുഖത്തിൻ്റെ വഴി, ഒന്ന് ആനന്ദത്തിൻ്റെ വഴി. സുഖം തന്നെയല്ലേ ആനന്ദം? അതെ, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്, അല്ലേ? ഒന്ന് സുഖത്തിൻ്റെ, താൽക്കാലികമായിരിക്കുന്ന സുഖത്തിൻ്റെ, ഐന്ദ്രികമായിരിക്കുന്ന സുഖത്തിൻ്റെ വഴിയാണ്. വേറൊന്ന് ആത്യന്തികമായ സുഖത്തിൻ്റെ വഴിയാണ്. ഒന്നിനെ ശ്രേയസ് എന്ന് പറയണു, വേറൊന്നിനെ പ്രേയസ് എന്ന് പറയണു. ഉപനിഷത്ത് അന്യത് ശ്രേയോ അന്യദുദൈതി പ്രതേ ഉഭാ നാനാർത്ഥം പുരുഷം സിനീതഃ. ഏതൊക്കെയാണത്? ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേതൗ തൗ സംപരീത്യ വിവിനക്തി ധീരഃ. നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ 2 വഴികൾ എപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട്. ഓരോ ജംഗ്ഷനിലും 2 വഴിയുണ്ട്. ഒന്നിൽ എഴുതി വെച്ചിരിക്കും ശ്രേയസ്, ഒന്നിലെഴുതിയിരിക്കും പ്രേയസ്. എന്നുവെച്ചാൽ പ്രേയസ് എന്ന് പറഞ്ഞാൽ സുഖത്തിൻ്റെ വഴിയാണ്, ലൗകിക അഭ്യുദയത്തിൻ്റെ വഴിയാണ്. പ്രേയസിന് 2 തലങ്ങളുണ്ട്. ഒന്ന് ഈ ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കുക. ഈ ലോകത്തിൽ മാത്രമല്ല, ഇത് കഴിഞ്ഞാൽ സ്വർഗലോകത്തിൽ പോയിട്ട് ഗംഭീരമായിട്ട് ജീവിക്കുക, അല്ലേ? ഇന്ദ്രിയങ്ങളുടെ എല്ലാവിധത്തിലുള്ള തൃപ്തിയെയും നേടിക്കൊണ്ട്, ആഗ്രഹിക്കുന്നതൊക്കെ നേടിക്കൊണ്ട്, അർത്ഥകാമങ്ങളിൽ കുത്തിമറഞ്ഞുകൊണ്ട് സുഖമായിട്ടിരിക്കുക ഇവിടെ, ഇതിനുശേഷം സ്വർഗത്തിൽ. ഇങ്ങനെ ശ്രേയസ് അല്ല, ഇത് പ്രേയസ്സാണ്. പ്രേയസ് എന്ന് വെച്ചാൽ ലൗകികമായിരിക്കുന്ന വഴികൾ, ലൗകികമായിരിക്കുന്ന ആനന്ദത്തിൻ്റെ വഴി, പ്രേയസിൻ്റെ വഴി. പിന്നെ ഒന്നോ ശ്രേയസിൻ്റെ വഴി. അപ്പോൾ എന്താ പ്രേയസിൻ്റെ വഴി? ഈ ലോകത്തിലെ 90% ആളുകളും ജീവിതത്തിൻ്റെ ഓരോ വഴിയിലും ഈ പ്രേയസിനെ, ലൗകിക അഭ്യുദയത്തെ, ഇതിനെ തിരഞ്ഞെടുക്കുന്നവരാ. പറയാണ് പ്രേയോമന്തോ യോഗക്ഷേമാദ് വൃണീതേ. മന്ദരായിരിക്കുന്ന ആളുകൾ, അയ്യോ നമ്മളെ ആരെയും മന്ദൻ എന്ന് വിളിച്ച് നമുക്ക് ഇഷ്ടമല്ല, പക്ഷേ അതായത് എന്താ മന്ദൻ വെച്ചാല് ദീർഘദൃഷ്ടിയില്ലാത്തവർ, താൽക്കാലികമായി സുഖത്തെ
ആഗ്രഹിക്കുന്നവർ, ജീവിതത്തിൻ്റെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ച് ഒരു ബോധവുമില്ലാത്തവരായ ആളുകൾ എന്തു ചെയ്യണോ? ജീവിതത്തിൻ്റെ ഓരോ നാഴികയിലും ഓരോ ജംഗ്ഷനിലും ഈ പ്രേയസ്സിനെ, ലൗകികാഭ്യുദയത്തെ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നമുക്ക് അർത്ഥകാമങ്ങളെയൊക്കെ ഉപയോഗിക്കാം, അതിലൊക്കെ. പക്ഷെ ഒരു കാര്യം, ഈ പ്രേയസ്സിൻ്റെ മാർഗത്തിലൂടെ ആത്യന്തികമായ സുഖം സാധ്യമല്ല. സാമാന്യമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളെ നേടാം. പക്ഷെ ഈ ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങൾ എങ്ങനെയാണെന്ന് നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ വലിയിൽ പറഞ്ഞു. എന്താണ്? ഇതൊക്കെ നമ്മളെ ബന്ധിക്കുന്നതാണ്, പിന്നീട് ദുഃഖം നൽകുന്നവയാണ്. പിന്നീട് ദുഃഖം നൽകുന്നവയും നമ്മളെ ബന്ധിക്കുന്നവയുമായിരിക്കുന്ന ഈ ലൗകികങ്ങളായിരിക്കുന്ന ഭോഗങ്ങളിലൂടെ നമുക്ക് ആനന്ദത്തെ കണ്ടെടുത്താൻ ശ്രമിക്കാം. പക്ഷേ പറയണ ഉപനിഷത്ത്, ഈ വഴി ഹീയതേ അർത്ഥാത് യൗപ്രേയോ വൃണീതേ. ആരാണോ ഈ പ്രേയസ്സിന്റെ പദത്തെ സ്വീകരിക്കുന്നത്, അർത്ഥാത് ഹീയതേ, അവർ പരമപുരുഷാർത്ഥത്തിൽ നിന്ന് പതിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനി ജഡരേ ശയനം, വീണ്ടും 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 ജനിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ? ഭഗവാൻ നമുക്ക് ഓരോ ജന്മത്തിലും ഈ രണ്ട് വഴികളെ തുറന്നു തന്നു. എപ്പോഴും മന്ദന്മാരായിരിക്കുന്ന നമ്മൾ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ച് ഓർക്കാതെ താൽക്കാലികങ്ങളായിരിക്കുന്ന സുഖങ്ങളെ, ഭോഗങ്ങളെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ പ്രേയസ്സിൻ്റെ, ലൗകികാഭ്യുദയത്തിൻ്റെ, ആനന്ദത്തിൻ്റെ വഴി പിന്തുടർന്നതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിച്ചു? വീണ്ടും വീണ്ടും തിരിച്ചു വരേണ്ടതായി വന്നു. ഹീയതേ അർത്ഥാത്, അല്ലേ? താൽക്കാലികങ്ങളായ വിഷയഭോഗങ്ങളെ ചിന്തിച്ച് ഈ ഭോഗത്തിനു വേണ്ടി ഭോഗമൂല്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് സകലവിധങ്ങളായിരിക്കുന്ന ധാർമ്മികവും അധാർമികവുമായ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ഇന്ദ്രിയങ്ങളിൽ മാത്രം മുഴുകുന്ന ഒരു ജീവിതം നമ്മൾ നയിക്കുന്നതിൻ്റെ ഫലമായി നമ്മൾ സുഖദുഃഖാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ തന്നെ കെട്ടുപെട്ട് കിടക്കണു. ഒരിക്കലും നമുക്കിതിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നില്ല. പറയണു ഉപനിഷത്ത് പറയണു, എങ്ങനെയുള്ളതാണത്? പ്രിയാൻ പ്രിയരൂപാൻ ചകാമാൻ അഭിദ്യായൻ നാചികേതഃ അത്യസ്രാക്ഷം. എങ്ങനെയുള്ളതാണ് ഈ പ്രേയസ്സിൻ്റെ വഴി? പ്രിയാൻ പ്രിയരൂപാൻ, നമുക്ക് ഇഷ്ടപ്പെട്ടതും നമ്മുടെ മനസ്സിനെ ബന്ധിക്കുന്നതുമായിരിക്കുന്ന ഈ വഴികളിലൂടെ അതെങ്ങനെയുള്ളതാണ്? വിത്തമയീം ശൃംഗരൂപാം. നമുക്ക് ഓരോരോ മന്ത്രങ്ങളെ എടുത്തുകൊണ്ട് പഠിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വിഷയങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം ഈ രണ്ടാമത്തെ വലിയ മന്ത്രങ്ങളാണ്. പറയാണ് എങ്ങനെയുള്ളതാണ് ഈ വഴി? ഇത് നൈതാം ശൃംഗാം വിത്തമയീം. എന്താണ് പ്രേയസിന്റെ വഴി? പൈസയുടെ വഴിയാ. വിത്തമയീം, ധനത്തിനാണ് പ്രാധാന്യം, ഭോഗങ്ങൾക്കാണ് പ്രാധാന്യം. ഈ ഭോഗാസക്തമായിരിക്കുന്ന മനസ്സിലൂടെ നമുക്ക് മുന്നേറാമെന്ന ചിന്തയിൽ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ആ കർമ്മങ്ങളുടെ ഫലമായിട്ട് കർമ്മബന്ധങ്ങളിൽ പെട്ടുകൊണ്ട് നമ്മളെല്ലാവരും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത് അവസാനിക്കുമ്പോൾ വീണ്ടും ഈ ചെയ്തതായിരിക്കുന്ന കർമ്മങ്ങളെ കൊണ്ടുണ്ടായ വാസനകൾക്കനുസരിച്ച് വീണ്ടും ജനിക്കുകയും ജനനത്തിനു ശേഷം വീണ്ടും ഇതേ വഴിയിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിനെയാണ് പ്രേയസ്സിൻ്റെ വഴി എന്ന് പറയുന്നത്. ഈ പ്രേയസ്സിൻ്റെ വഴിയെ തന്നെ ഉപനിഷത്ത് പറയണു അവിദ്യാച. ഇതിൻ്റെ വഴിയുടെ പേര് അവിദ്യയുടെ വഴി എന്നാണ്. അവിദ്യ എന്ന് വെച്ചാൽ ആത്മാവിൻ്റെ വിസ്മരണം. ഇവിടെ അവിദ്യ എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഡിഗ്രികളോ നമ്മളുടെ ഡോക്ടറേറ്റോ ഒന്നുമല്ല കാര്യം. എന്താ വിദ്യ? സാ വിദ്യ യാ വിമുക്തയെ, നമ്മളെ വിമോചനത്തിലേക്ക്, ആത്യന്തികമായ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത് വിദ്യ. നമ്മളെ ബന്ധത്തിലേക്ക്, ബന്ധനത്തിലേക്ക് നയിക്കുന്നത് അവിദ്യ. അത്രയേ ഉള്ളൂ.
അപ്പോ ഈ അവിദ്യയുടെ വഴിയിലൂടെ, ആ അവിദ്യയുടെ വഴിയെയാണ് പ്രേയസ്സിന്റെ വഴി എന്ന് ഇവിടെ പറയുന്നത്. ആഹാ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞങ്ങളൊക്കെ ആരാ? ഈ പ്രേയസ്സിന്റെ വഴിയിലൂടെ നടക്കുന്നവരോട് നിങ്ങളൊക്കെ അവിദ്യയുടെ വഴിയിലൂടെയാണ് നടക്കുന്നത് പറഞ്ഞാൽ അവർ പറയും, തനിക്കെന്തറിയാം, ഞങ്ങൾ ആരാണ്, ഞങ്ങൾക്ക് എന്തൊക്കെ ഡിഗ്രികളുണ്ടെന്ന് അറിയോ? ആ, പക്ഷേ എങ്ങനെയുള്ളതാണ് ഈ പ്രേയസ്സിന്റെ വഴി? പറയണു ഉപനിഷത്ത്, അവിദ്യായാമന്തരേ വർത്തമാനാഃ സ്വയം ധീരാഃ പണ്ഡിതം മന്യമാനാഃ ദന്ത്രമ്യമാണാഃ പര്യന്തി മൂഢാഃ അന്ധേനൈവ നീയമാനാ യഥാന്ധാഃ. എങ്ങനെയുള്ളതാണ് ഈ പ്രേയസ്സിന്റെ വഴി? പറയാണ്, അവിദ്യായാമന്തരേ വർത്തമാന, വെറും കേവലമായിരിക്കുന്ന അജ്ഞാനത്തിൽ വർത്തിക്കുന്നവരാണ്. വീണ്ടും അജ്ഞാനം എന്ന് പറഞ്ഞാൽ ലൗകിക വിദ്യകളുടെ അറിവില്ലായ്മയല്ല. ഈ എല്ലാ അറിവുകൾക്കും ആധാരമായിരിക്കുന്ന ആത്മാവിൻ്റെ അറിവില്ലാത്തിടത്തോളം കാലം നമ്മളെല്ലാം അജ്ഞരാണ്. ഈ അജ്ഞാനത്തിൽ വർത്തിക്കുന്നു എന്ന് മാത്രമല്ല, സ്വയം ധീരാഹ പണ്ഡിതം മന്യമാനാഹ, ഈ പ്രേയസ്സിന്റെ മാർഗത്തിൽ മാത്രം ചരിക്കുന്നത് എന്താ വിചാരിക്കുന്നത്? ഞങ്ങളെപ്പോലെ പണ്ഡിതരായിട്ട് ആരാളെ? ഞങ്ങളാണ് ഈ ലോകത്ത് എന്തെങ്കിലും നേടിയിട്ടുള്ളൂ, ഞങ്ങളാണ് ബുദ്ധിമാന്മാർ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണു? ആ കണ്ണുപൊട്ടനാൽ നയിക്കപ്പെട്ട കണ്ണുപൊട്ടനെ പോലെ ഈ ജനനമരണ രൂപമായിരിക്കുന്ന സംസാരത്തിൽപ്പെട്ട് വീണ്ടും 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 ഒരേ വഴിയിലൂടെ, ഒരേ മാർഗത്തിലൂടെ, ഒരേ സിനിമയിലെ കഥയിലൂടെ നമ്മളൊക്കെ ഇങ്ങനെ ജനിക്കുക, വലുതാവുക, പ്രായപൂർത്തി വരിക, പിന്നെ പിന്നെ വയസ്സാവുക, മരിക്കുക, ജനിക്കുക, മരിക്കുക, ജനിക്കുക, മരിക്കുക, ഇങ്ങനെയുള്ളതായ പര്യന്തി മൂഢാഹ. നോക്കൂ, നമ്മൾ എത്രയോ സുഹൃതം ചെയ്തവരാണ്. മനുഷ്യജന്മമുണ്ട്, നമുക്ക് ബുദ്ധിയുണ്ട്, ചിന്തിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? ഈ ചിന്തിക്കാനുള്ള കഴിവിന് ഉപയോഗിക്കാത്തവരായിട്ട്, മോഹിതന്മാരായിട്ട്, അല്ലേ, ശരീരമനോബുദ്ധികൾ മാത്രമാണ് സത്യമെന്ന മോഹത്തിൽപ്പെട്ടവരായിട്ട് പര്യന്തി വീണ്ടും വീണ്ടും ചുറ്റിക്കടഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു നമ്മൾ. ഇങ്ങനെയുള്ള ഈ വഴിയാണ് അവിദ്യ, ഇങ്ങനെയുള്ള വഴിയാണ് പ്രേയസ്സിന്റെ മാർഗം. മാത്രല്ല, ഓഹോ, ഇവരെന്തു വിചാരിക്കണു? നസാംബരായ പ്രതിഭാതി ബാലം പ്രമാദ്യന്തം വിത്തമോഹേന മൂഢം. വലിയതായിരിക്കുന്ന ഐശ്വര്യമോഹം, എനിക്ക് ധനം വേണം, പദവി വേണം, പണം വേണം, അധികാരം വേണം ഇത്യാദികളായിരിക്കുന്ന ഐശ്വര്യമോഹത്തിൽപ്പെട്ട് വിവേചന ശക്തി ഇല്ലാത്തവരായി, വിവേകമില്ലാത്തവരായി നമ്മൾ എന്ത് ചെയ്യുന്നു? തെറ്റുകൾ, ഒരു തെറ്റിൽ നിന്ന് 100 തെറ്റുകളിലേക്ക് പതിക്കുന്നവരായി നമ്മൾ വിത്തമോഹേന, 10 പൈസയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണോ? ഈ ലോകത്ത് മുഴുവൻ എനിക്ക് കുറച്ച് സുഖം തരുമോ, എനിക്ക് കുറച്ച് സുഖം തരുമോ എന്ന യാചിച്ചു കൊണ്ടിരിക്കുന്ന വെറും യാചകന്മാരായി പതിക്കുന്നു നമ്മൾ. അവരെന്താ വിചാരിക്കുന്നത്? അയം ലോകഃ നാസ്തി പരഃ. എന്ത് ലോകം? ഇതൊക്കെ ഇതന്നെ ഉള്ളൂ. ഈ കാണുന്ന ലോകല്ലേ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണുകയും കേൾക്കുകയും പറയുകയും സ്പർശിക്കുകയും ഇതേ ഉള്ളൂ, ഇതിനപ്പുറത്തൊന്നുമില്ല. എന്തു മോഹിതന്മാരായി! നായം ലോകോ നാസ്തി പരൈതിമാനി. അങ്ങനെയായ എന്താ കുഴപ്പം? പുനഃ പുനഃ വശമാപദ്യതേമേ. ഇങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കുന്ന മൂഢന്മാരായ മനുഷ്യർ വീണ്ടും വീണ്ടും എൻ്റെ കൈകളിൽ വന്നു ചേരുന്നു. ആരുടെ കൈകളിൽ? യമധർമ്മന്റെ കൈകളിൽ. ജനനമരണയുക്തമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ തന്നെ വീണ്ടും വീണ്ടും പതിച്ച് അവർ കഷ്ടപ്പെടുവാൻ ഇടയായിത്തീരുന്നു. എന്തുകൊണ്ട്? പ്രേയോമാർഗത്തിൽ വസിക്കുന്നത് കൊണ്ട്. അങ്ങനെ എങ്ങനെയാ പറയാൻ പറ്റുക? ഞങ്ങളൊക്കെ നല്ല ബുദ്ധിയുള്ളവരാ, ഞങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ടല്ലോ, ഞങ്ങൾ പല പല ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ളവരാണല്ലോ, ഞങ്ങൾക്ക് ഡിഗ്രി ഉണ്ടല്ലോ, ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമായില്ല. എന്തുകൊണ്ട്? നായമാത്മ
അല്ലേ, ഈ നൈഷാതർക്കേണ മതിരാപനേയ, ഈ വിദ്യ ഏത് വിദ്യ? ശ്രേയസ്സിന്റെ വിദ്യ, ആത്മീയ ഉന്നമനത്തിന്റെ വിദ്യ തർക്കം കൊണ്ടറിയാവുന്നതല്ല. അല്ലേ, തർക്കേണ മതിഹി നാപനേയ, തർക്കം കൊണ്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണു? നമ്മൾ വീണ്ടും വീണ്ടും ശരീരമനോബുദ്ധികൾക്ക് അധീനരായി ജനനമരണാത്മകമായ ഈ പ്രപഞ്ചത്തിൽ തന്നെ അല്ലേ, പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഈ കാളയെ കെട്ടിട്ടാണ്, ചക്കിൽ കെട്ടിയിട്ടാണ് ഈ എന്താ പറയുക എള്ളൊക്കെ ആട്ടുക. ഈ കാള ഈ ചക്കിലിങ്ങനെ വട്ടം ചുറ്റുന്നത് മാതിരി നമ്മൾ എന്ത് ചെയ്യണു? ഈ സംസാരമാകുന്ന ചക്കിൽ കെട്ടപ്പെട്ട് ഈ എണ്ണയാട്ടുന്ന ആളുടെ അടി കൊണ്ടുകൊണ്ട് ഇങ്ങനെ എപ്പോഴോ കിട്ടുന്നതായ ഏതോ സുഖം കിട്ടുമെന്ന മോഹത്തിൽപ്പെട്ട് എന്ത് ചെയ്യണു? ചക്ക ആട്ടിക്കൊണ്ടേയിരിക്കണു. വീണ്ടും 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 എത്രയോ പ്രാവശ്യം നമുക്ക് വ്യക്തമായതാണ് ഇതുകൊണ്ടൊന്നും അല്ലാന്ന്. എന്നാലും മോഹം, ഈ മോഹത്തിൽപ്പെട്ടവരായി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണു? ചക്കാട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ പദത്തിന്റെ പേരാണ് പ്രേയസ്. ഓഹോ, അപ്പൊ ഇത് പറയാൻ വേണ്ടിയിട്ടാണോ ഉപനിഷത്ത് പഠിക്കുന്നത്? അല്ല. ഉപനിഷത്ത് പറയാണ്, അല്ലയോ മനുഷ്യരെ, ഇതിൽ നിന്ന് ഭിന്നമായി നിങ്ങൾക്ക് ആത്യന്തികമായ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നതിനുള്ള ഒരു മാർഗമുണ്ട്. അല്ലേ, ഇതാണ് സുവിശേഷം, ഇതാണ് സുവിശേഷം, നല്ല വാർത്ത. എന്താ നല്ല വാർത്ത? നിങ്ങളിങ്ങനെ ഈ ചക്കിലാട്ടപ്പെടേണ്ട കാളകളല്ല, നിങ്ങൾക്ക് സ്വതന്ത്രരാകാം. അതെങ്ങനെയാ പറ്റുക? ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാനുഭൂതിയുടെ വഴിയെയാണ് രണ്ടാമത്തെ മാർഗമായി പറയുന്നത്. അതാണ് ശ്രേയസ്. നമ്മൾ ഇത്രയും കേട്ടെന്താണ്? പ്രേയസ്, ലൗകികമായിരിക്കുന്ന അഭ്യുദയം. നോക്കൂ, ലൗകിക അഭ്യുദയം കൊണ്ടൊരു കുഴപ്പമില്ല. പക്ഷേ ലൗകിക അഭ്യുദയം കൊണ്ട് ആത്യന്തികമായിരിക്കുന്ന സന്തോഷത്തെയോ സ്വാതന്ത്ര്യത്തെയോ ശാന്തിയെയോ എന്ത് ചെയ്യരുത്? ആഗ്രഹിക്കരുത്. ഭുക്തി മുക്തിപ്രദായിനി, അല്ലേ, ആ പരാശക്തി പരമാത്മാവ് നമുക്ക് ഭുക്തിയെയും മുക്തിയെയും നൽകുന്നതാണ്. അപ്പൊ ഭുക്തിയും അതാണ്. പക്ഷേ ആ ഭുക്തിയുടെ